നമസ്കാരം. 9 മണി വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. നയവ്യതിയാനത്തിന്റെ സൂചനയുമായി CPM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ നവകേരള വികസന രേഖ. പുനരുദ്ധരിക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങളിൽ PPP മോഡലാകാം. വികസന പദ്ധതിക്ക് സെസ് വരുമെന്ന സൂചനയും രേഖയിൽ. വീട്ടമ്മമാർക്കുള്ള പെൻഷൻ ഉറപ്പാക്കും. നവകേരള വികസന രേഖയിൽ ചർച്ച നാളെ. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ചിലർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്ന് സമ്മേളനത്തിൽ വിമർശനം. മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ മന്ത്രിമാരിൽ പലർക്കും കഴിഞ്ഞില്ല. വിശ്വാസികളായ സ്ത്രീകളെ BJP ലക്ഷ്യമിടുന്നെന്നും CPM പ്രവർത്തന റിപ്പോർട്ട്. ക്ഷേത്രങ്ങളിൽ എത്തുന്നവരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമം. ബംഗാളിലെ ഇടത് പതനം പാഠമാകണമെന്നും റിപ്പോർട്ടിൽ പരാമർശം. സമ്മേളനത്തിൽ ഇന്ന് പൊതുചർച്ച. കൊല്ലം നഗരത്തിൽ ഫ്ലെക്സ് വെച്ച CPMന് പിഴശിക്ഷ. 3.5 ലക്ഷം രൂപ അടയ്ക്കണം. ഫ്ലെക്സ് സ്ഥാപിക്കാൻ അനുമതി തേടിയെങ്കിലും തീരുമാനമെടുത്തിരുന്നില്ലെന്ന് കോർപ്പറേഷൻ. ഒരു നാൾ നീണ്ട ആശങ്കയ്ക്ക് വിരാമം. താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികൾ സുരക്ഷിതർ. രണ്ടുപേരും പുനെയിലെ കെയർ ഹോമിൽ. കണ്ടെത്തിയത് ഇന്നലെ അർദ്ധരാത്രി മുംബൈ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ. ഇന്ന് തന്നെ താനൂർ പോലീസിന് കൈമാറും. ആശ്വാസമെന്ന പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ. തെളിവെടുപ്പിന് കൊണ്ടുപോകാനിരിക്കെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണു. അഫാൻ സ്വയം അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് സംശയം. വൈദ്യപരിശോധന നടത്തി. രക്തസമ്മർദ്ദത്തിൽ വ്യതിയാനമെന്ന് ഡോക്ടർമാർ. മതം നോക്കാതെ ഒന്നിച്ച് ജീവിക്കാൻ അഭയം തേടിയ ജാർഖണ്ഡ് ദമ്പതികൾ കേരളത്തിൽ തുടരുമോ? ജാർഖണ്ഡ് സ്വദേശികളായ ഗാലിബിന്റെയും ആശയുടെയും ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. ഇവർക്ക് കേരളത്തിൽ സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ തുടർവാദം. രാജ്യത്ത് സ്ത്രീകൾ സുരക്ഷിതരോ എന്ന് പരിശോധിച്ച News 18 സർവേ. നഗരങ്ങളിൽ സുരക്ഷിതമെന്ന 82% സ്ത്രീകൾ. രാത്രിയാത്ര ആശങ്കയുണ്ടാക്കുന്ന കാര്യമെന്നും അഭിപ്രായം. സർവേ നടത്തിയത് തിരുവനന്തപുരം അടക്കമുള്ള 20 നഗരങ്ങളിൽ. ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ കേന്ദ്രത്തിന് അനുമതി നൽകി കുടുംബം. രാഷ്ട്രീയ സ്മൃതിസ്ഥലിൽ 900 ചതുരശ്ര മീറ്ററിൽ സ്മാരകം ഉയരും. പ്രസിഡന്റ് ട്രംപ് പുതിയ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതെന്ന് റിപ്പോർട്ട്. നീക്കം പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാൻ. നടപ്പായാൽ പാക് അമേരിക്ക ബന്ധത്തിൽ വിള്ളലിന് സാധ്യത. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ FC പോരാട്ടം. ബ്ലാസ്റ്റേഴ്സ് പുറത്തായെങ്കിലും മുംബൈക്ക് ഇന്ന് നിർണായകം. മത്സരം രാത്രി 7:30 കലൂർ സ്റ്റേഡിയത്തിൽ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ആദ്യം CPM സമ്മേളന നഗരിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പൊതുമേഖലയിൽ നയം മാറ്റത്തിന്റെ സൂചന നൽകി CPM നവകേരള രേഖ. പുനരുദ്ധരിക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തമാകാമെന്നാണ് രേഖയിൽ പറയുന്നത്. വികസന പദ്ധതിക്ക് സെസ്സാകാമെന്നും സമ്പന്ന വിഭാഗങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും സൗജന്യം വേണമെന്ന് പരിശോധിക്കണമെന്നും സമ്മേളനത്തിൽ അവതരിപ്പിച്ച വികസന രേഖയിൽ പറയുന്നു. നവകേരളത്തിനുള്ള പൊതു വഴികൾ എന്ന വികസന രേഖ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ CPMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. എന്താണ് രേഖയിൽ? വലിയ പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? കഴിഞ്ഞ സമ്മേളനം നവകേരള രേഖ അംഗീകരിക്കുകയുണ്ടായി. അത് പിന്നീട് ചർച്ച ചെയ്ത് LDFന്റെ കൂടി അംഗീകാരമുള്ള രേഖയായി മാറുകയുണ്ടായി. അപ്പോൾ രേഖ എടുത്ത തീരുമാനങ്ങൾ എത്രമാത്രം മുന്നോട്ട് പോയി, ഏത് ദിശയിലേക്കാണ് പോയത്, ഇനി അതിന് തുടർച്ചയ്ക്കും പുതിയ കാലത്തിനനുസരിച്ച് എന്തെല്ലാം പുതുക്കലുകൾ മാറ്റങ്ങൾ വേണ്ടിവരും, ഇതെല്ലാമാണ് ചർച്ച ചെയ്യുക. അത് സമ്മേളനമാകെ ചർച്ച ചെയ്ത് രേഖ അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതൊരു പൊതു പാർട്ടി കാഴ്ചപ്പാടായി വരികയുള്ളൂ. ആ ഘട്ടത്തിൽ മാത്രമാണ് പൊതുവായ കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുക. ഈ എറണാകുളം സമ്മേളനത്തിലെ രേഖയിലാണ് സ്വകാര്യ സർവകലാശാല അടക്കമുള്ള കാര്യങ്ങൾ വന്നത്. ഇപ്പോൾ അതൊരു യാഥാർത്ഥ്യം മാറുകയും ചെയ്യുന്നു. അത്തരം എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് ഇതിലുണ്ടാകുമോ? ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ കണ്ടത് അതിന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്, അതാണ്
പൊതുവെ രേഖ ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നേരത്തെ ഉള്ളതിന്റെ ഒരു ഗുണപരമായിട്ടുള്ള തുടർച്ചയായിട്ടും ഈ രേഖയും കാണാൻ കഴിയും. ഈ കിഫ്ബി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകൾക്ക് ടോൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ യൂസർ ഫീഡ് നിർദ്ദേശങ്ങൾ നേരത്തെ ഉണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് ഈ സെസ് അടക്കം പിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ രേഖയിലുണ്ട്. അതെങ്ങനെയാണ് അത് രേഖ ഇപ്പൊ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ തീരുമാനങ്ങൾ എന്താണെന്ന് പറയാൻ കഴിയുള്ളൂ. കിഫ്ബി പദ്ധതിയിൽ നേരത്തെ തന്നെ ഗവൺമെന്റ് കണ്ടിട്ടുണ്ട്. നമുക്ക് വായ്പാ പരിധിയിൽ അത് ഉൾപ്പെടുത്തുന്നതിന് NHA എടുക്കുന്ന വായ്പയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ കിഫ്ബിക്ക് എടുക്കുന്ന വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന് അവർ പറയുന്ന ഒരു ന്യായം റവന്യൂ വരുമാനമില്ല എന്നുള്ളതാണ്. തിരിച്ചു വരുമാനം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതിന് എങ്ങനെ സാധ്യമാകും? നമ്മുടെ സേവന മേഖലകളൊന്നും ബാധിക്കാത്ത രൂപത്തിൽ എങ്ങനെ സാധ്യമാകും? അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ എങ്ങനെ കേന്ദ്രത്തിന്റെ ഈ നിബന്ധന പ്രായോഗികമാക്കാൻ കഴിയും? അത് സർക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവസാന രൂപത്തിലേക്ക് എത്തിയില്ല. എന്തായാലും ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ആവശ്യമായിട്ട് വരും. ഈ രേഖയിലുള്ളതായി കാണുന്നത് ഈ പ്രത്യേക എല്ലാവർക്കും സൗജന്യം കൊടുക്കേണ്ട കാര്യമില്ല. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സൗജന്യം വേണമെന്ന് തീരുമാനിക്കണം. അതനുസരിച്ച് ഫീസ് പിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകണം എന്നൊരു ഇത് കാണുന്നു. എല്ലാം കേരളത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പം പല കാര്യങ്ങളും പരിശോധിച്ചിട്ട് വരും. നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും ഉയർന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ അതിന് ചില യൂസർ ഫീകളെല്ലാം തന്നെ വരുമാനം ഉള്ളിരുന്ന് വാങ്ങുന്ന സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്നും ഒരു മൗലികമായ മാറ്റങ്ങളാണെന്ന് പറയാൻ കഴിയില്ല. കേരളത്തിൽ ഇപ്പോൾ പൊതു സംവിധാനത്തെ ശക്തിപ്പെടുത്തുക. ഇപ്പോൾ UDF പറയുന്ന പോലെ സ്വകാര്യ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാമായിരുന്നില്ലേ എന്ന് ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതാവൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അങ്ങനെയല്ല ഗവൺമെന്റ് സമീപനം. ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾക്ക് അംഗീകാരം നൽകുമ്പോൾ തന്നെ പൊതു സർവകലാശാലകളെ ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഫണ്ടിങ്ങും അതിന്റെ സ്ട്രക്ചർ ചേഞ്ചസും പുതിയ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ്. ഒന്നിനെ ദുർബലപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ മേഖല ശക്തിപ്പെടുത്തുക എന്നുള്ളതല്ല. സ്വകാര്യ മേഖലയോട് മത്സരിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ പൊതു സംവിധാനത്തെ ശക്തിപ്പെടുത്തി സ്വകാര്യ സംവിധാനത്തിലൂടെ അനുമതി നൽകുക എന്നതാണ്. അപ്പോൾ സാമൂഹ്യനീതിയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യങ്ങൾ ഉറപ്പുവരുത്താൻ കഴിയും. ഈ പൊതുമേഖലാ സംവിധാനത്തെ കുറെ കൂടി ഉയർന്നതിലേക്ക് എത്തുമ്പോൾ അതിന് ഗുണം ചെയ്യും. ഇപ്പോൾ പ്രകാശ് കാരട്ട് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് അവസാനം പറഞ്ഞ പോലെ ഒരു പുരോഗമന ആധുനിക മതനിരപേക്ഷ വ്യവസായ കേരളം, അതിലേക്കാണ് ഈ ചർച്ചകളാകെ നയിക്കുന്നത്. ഈ സാർവത്രിക സൗജന്യമല്ല, അതിന് അർഹരായവർക്ക് മാത്രം സൗജന്യം, അങ്ങനെയല്ലേ ശരിക്കും വേണ്ടത്? അല്ല, നേരത്തെ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. നിലവിൽ കേരളത്തിലിപ്പോ നിലനിൽക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. രേഖ ചർച്ച ചെയ്ത് കഴിഞ്ഞാലാണ് ഏത് രൂപത്തിലാണെന്ന് പറയാൻ കഴിയുന്നത്. കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിന്റെ വായ്പയാണെന്ന് പറഞ്ഞ് നമ്മുടെ സാധാരണഗതിയിലുള്ള വായ്പ വെട്ടിക്കുറയ്ക്കുകയാണ്. അതോടെ നമ്മുടെ ബഡ്ജറ്റ് അവതാളത്തിലാവുകയാണ്. അതാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരാ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ നമ്മൾ അവരുടെ പല കാര്യങ്ങളും അനുസരിച്ചേ തീരൂ. അപ്പോൾ പിന്നെന്താ ഒരു വഴി? ആ വഴിയെ നമ്മൾ തേടുന്നത്. കേന്ദ്രം പറയുന്ന പോലെ എല്ലാം സംസ്ഥാന സർക്കാരല്ല കൊടുക്കുന്നത്. അത് റവന്യൂ ജനറേറ്റിംഗ് സ്ഥാപനമാണ്. അതിൽ നിന്നാണ് അവരുടെ വായ്പ അവർ തിരിച്ചടക്കുന്നത് എന്ന് വാദിച്ച് സ്ഥാപിക്കാൻ പറ്റണം. വേണ്ടുന്ന കോടതിയിൽ പോകേണ്ടി വരും. അപ്പൊ ആ രീതിയിൽ കേന്ദ്രത്തിനെതിരായ ഏറ്റുമുട്ടലിന്റെ ഭാഗമായിട്ടാണ് കാണേണ്ടത്. കേന്ദ്രം നമ്മുടെ കിഫ്ബിയെ നശിപ്പിക്കാൻ നോക്കുന്നു. അതിനെതിരായിട്ടുള്ള പ്രതിരോധം കേരളം ഉയർത്തുന്നു. ആ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് വേണം കിഫ്ബി വഴിയുള്ള സെസ്സിനെ കാണാൻ. പ്രകടന പത്രികയിലെ വാഗ്ദാനമായ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ ഉറപ്പാക്കും, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും കൃത്യമായി വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അവതരിപ്പിച്ച വികസന രേഖയിൽ പറയുന്നുണ്ട്. വി അരുൺ സമ്മേളന നഗരിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഈ പൊതുജനങ്ങൾക്ക് പ്രിയങ്കരമാകുന്ന ഇത്തരത്തിൽ വീട്ടമ്മമാർക്ക് പെൻഷൻ വിതരണം ചെയ്യും, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഇതിൽപ്പോൾ പൊതുമേഖലയിലടക്കം നയം മാറ്റം, CPMന്റെ നയം മാറ്റം പ്രതിഫലിക്കുന്ന നവകേരള രേഖയാണ് ഇന്നലെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായ ഒന്ന് ഈ സെസ്, വികസന പദ്ധതികൾക്കെല്ലാം സെസ് ഏർപ്പെടുത്തുമെന്നുള്ളതാണ്. പക്ഷേ അതൊരു കല്ലുകടിയായി മാറുമെങ്കിലും അത്തരത്തിൽ ആകാതെ സമൂഹത്തെ വിഭജിച്ചുകൊണ്ട് സമ്പന്നർ അല്ലെങ്കിൽ ദരിദ്രർ എന്ന് വേർതിരിച്ചുകൊണ്ട് സമ്പന്നരിൽ നിന്ന് കൂടുതൽ പിരിവുകൾ ശേഖരിക്കുക, അത്തരത്തിൽ ഒരു പ്രായോഗികമായ കണക്കുകൂട്ടലിലേക്കും ആലോചനയിലേക്കും കടക്കാം എന്ന തരത്തിലാണോ നയരേഖയിൽ പറയുന്നത്? അത്തരം നിർദ്ദേശമാണുള്ളത്. കാരണം സെസ് വേണ്ടി വരും. നേരത്തെ നമ്മോട് സംസാരിക്കുമ്പോൾ മുൻ ധനമന്ത്രി KN ബാലഗോപാലും നിയമ വ്യവസായ മന്ത്രി P രാജീവും ഒക്കെ പറഞ്ഞതുപോലെ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തിയേ മതിയാകൂ സംസ്ഥാനത്തിന്. അത് കിഫ്ബി പദ്ധതികൾ മാത്രമല്ല, മറ്റു പദ്ധതികൾക്കും അത്തരത്തിൽ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ആരിൽ നിന്നൊക്കെ പണം പിരിക്കണം, ആർക്കൊക്കെ സൗജന്യമായി നൽകണം. സാർവത്രിക സൗജന്യം എന്നതൊരു നല്ല രീതിയല്ല എന്നൊരു വിലയിരുത്തലാണ് CPM ഉള്ളത്. അതുകൊണ്ടാണ്
അത്തരമൊരു എല്ലാവർക്കും സൗജന്യം നൽകാതെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരിൽ നിന്ന് സെസ് പിരിക്കാനുള്ള നിർദ്ദേശം ഈ രേഖയിൽ വരുന്നത് അതൊരു നിർദ്ദേശമായാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ അതൊരു പക്ഷേ നടപ്പാക്കിയേക്കും. ഇപ്പോൾ തന്നെ പലയിടത്തും യൂസർ ഫീ അടക്കമുള്ള കാര്യങ്ങൾ ആ രീതിയിൽ വാങ്ങുന്നുണ്ട്. അതിന്റെ തുടർച്ചയായി ഇതും മാറാനിടയുണ്ട്. അവിടെ തന്നെ വീട്ടമ്മമാർക്ക് പെൻഷൻ പോലെ നേരത്തെ ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അത് നടപ്പാക്കുമെന്നും പറയുന്നുണ്ട്. അത് രേഖയിൽ തന്നെ രേഖ അവതരിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു ആ വാഗ്ദാനം നടപ്പാക്കും. അതുപോലെ ക്ഷേമ പെൻഷനും വർദ്ധിപ്പിക്കുകയും അത് കൃത്യമായി നൽകുകയും ചെയ്യും. മറ്റൊരു ഭാഗമുള്ളത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇടതുമുന്നണിയുടെ ഭരണകാലത്ത് പലപ്പോഴും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാറുണ്ട്. എന്നിട്ടും ആ രീതിയിൽ ഉയർന്നു വരാതെ നഷ്ടത്തിൽ പോകുന്ന സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഒരു സ്വകാര്യ പങ്കാളിത്തം കൂടി ആകാമെന്നൊരു നിർദ്ദേശമാണ് ഈ രേഖ മുന്നോട്ട് വയ്ക്കുന്നത്. അത് CPM-ന്റെ ഒരു നയമാറ്റമായി നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതുമേഖലയിൽ നിലനിർത്തണമെന്നൊരു നിലപാടാണ് പലപ്പോഴും കേന്ദ്ര സർക്കാർ സ്വകാര്യ മേഖല കൈമാറാൻ ഉദ്ദേശിച്ച സ്ഥാപനങ്ങൾ പോലും ഏറ്റെടുത്ത് പൊതുമേഖലയെ സംരക്ഷിച്ച പാരമ്പര്യമാണ് ഇടതുമുന്നണി സർക്കാരുകൾക്കുള്ളത്. പക്ഷേ ഇവിടെ ഈ രേഖയിൽ 6.1.3 പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ യാതൊരു തരത്തിലുള്ള പുനരുദ്ധാരണത്തിനും കഴിയാത്ത സ്ഥാപനങ്ങളെ PPP അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിക്കുന്നതിനുള്ള സാധ്യതകൾ ആരായുന്നതാണ്. അത് സ്വകാര്യ പങ്കാളിത്തോടുകൂടി പൊതുമേഖലയും സ്വകാര്യ മേഖലയും സ്വകാര്യ മേഖലയും ചേർന്നുള്ള ഒരു PPP മാതൃകയിൽ അത് പുനർക്രമീകരിക്കുന്ന സാധ്യതകൾ ആരായാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് നടത്തിക്കൊണ്ടു പോകുന്നതിന് വ്യക്തമായ നിബന്ധനയോടെ കരാർ ഏർപ്പെടുന്ന കാര്യവും പരിശോധിക്കാവുന്നതാണെന്ന് ഈ രേഖയിൽ പറയുന്നു. അവിടെ അതൊരു നയവ്യതിയാനമായി ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു കാര്യം അതാണ്. അതിന് രേഖ അംഗീകാരം നൽകിയിട്ടില്ല. സംസ്ഥാന സമ്മേളനം രേഖയ്ക്ക് അംഗീകാരം നൽകേണ്ടതുണ്ട്. ഡാമിൽ നിന്ന് മണൽ വാരുന്ന പ്രശ്നം നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. ഈ മേഖലയിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെന്ന് വീണ്ടും പറയുന്നു. സെസ്സുകൾ ചുമത്തുന്ന സാധ്യതകളെല്ലാം പരിശോധിക്കണം. എല്ലാ സൗകര്യങ്ങളും സമ്പന്ന വിഭാഗങ്ങൾക്ക് ഉൾപ്പെടെ നൽകേണ്ടതുണ്ടോ എന്ന പരിശോധന വേണം. വരുമാനത്തിനനുസരിച്ച് പ്രത്യേക വിഭാഗങ്ങളിലാക്കി ഫീസ് ഈടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്നാണ് ആ ഭാഗത്ത് രേഖയുടെ ആ ഭാഗത്ത് പറയുന്നത്. അങ്ങനെ സാധാരണക്കാർക്ക് ആശ്വാസമാകുന്നതും എന്നാൽ കുറച്ചുകൂടി സാമ്പത്തിക ശേഷിയുള്ളവർക്ക് വെല്ലുവിളിയാകുന്നതുമായ പല നിർദ്ദേശങ്ങളും രേഖയിലുണ്ട്. രേഖ നാളെയാണ് CPM-ന്റെ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യുക. സംസ്ഥാന സമ്മേളനം ചർച്ചയ്ക്ക് ശേഷമാകും രേഖ അംഗീകരിക്കുക. അതിൽ വീണ്ടും ഇടതുമുന്നണി കൂടി ആ രേഖ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമാകും അതിനൊരു അന്തിമ രൂപം ഉണ്ടാകുക. യെസ് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള രേഖയുടെ ചർച്ച നാളെയാണ് നടക്കുന്നത്. അരുൺ, ഇന്നത്തെ പക്ഷേ പ്രധാനപ്പെട്ട പൊതുചർച്ചയാണ് നടക്കാൻ പോകുന്നത്. അതിൽ സംഘടനാ റിപ്പോർട്ട് നേരത്തെ അവതരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും ആത്മവിമർശനങ്ങൾ നിറഞ്ഞ സംഘടനാ റിപ്പോർട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. അതിന്മേലുള്ള ചർച്ച ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോവുക? ഒരു തുടർ ഭരണം ലക്ഷ്യമിട്ടുള്ള നീക്കം എന്നുള്ള തരത്തിൽ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുക എന്ന തരത്തിലൊക്കെ ഏതൊക്കെ നീക്കങ്ങൾ ആയിരിക്കും ആലോചനയിലുള്ളത്? സംഘടനാ റിപ്പോർട്ടിൽ വിശദമായ ചർച്ച സംസ്ഥാന സമ്മേളനത്തിൽ ഇന്ന് പൊതുചർച്ചയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിൽ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അതിന്റെ ഭാഗമായി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായ കാര്യങ്ങൾ കൂടി പരാമർശിച്ച് പോകേണ്ടതുണ്ട്. പാർട്ടി അക്കൌണ്ടുകൾ ചെലവ് കണക്കുകൾ അവതരിപ്പിക്കണം. ഒരു ഭാഗത്ത് പറയുന്നത് പാർട്ടി അക്കൌണ്ടുകൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന എല്ലാ പാർട്ടി ഘടകങ്ങൾക്കും കഴിയണം. സംസ്ഥാന ജില്ലാ കമ്മിറ്റികളുടെ കണക്ക് ഓഡിറ്റ് ചെയ്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സമർപ്പിക്കുന്നുണ്ട്. ഭൂരിപക്ഷം ഏരിയ കമ്മിറ്റികൾ നടപ്പാക്കുന്നുണ്ട്. എന്നാൽ ചില കമ്മിറ്റികൾ ഈ ഫണ്ട് കൈകാര്യം ചെയ്ത് തികഞ്ഞ അലംഭാവം കാണിക്കുന്നു. ഇത് ഗുരുതര സ്ഥിതിവിശേഷത്തിലാണ് നയിക്കുക. കേന്ദ്ര സർക്കാർ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും കളയില്ലെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ ഫലപ്രദമായ രീതിയിൽ കണക്കുകൾ കൈകാര്യം ചെയ്യണം. ജില്ലാ കമ്മിറ്റി ഓഫീസുകളിൽ ഇവ കൈകാര്യം ചെയ്യുന്ന രംഗത്ത് പ്രാഗൽഭ്യമുള്ള ആളുകളെ നിയമിക്കണമെന്ന് പറയുന്നുണ്ട്. വർഗ്ഗബഹുജന സംഘടനകളിൽ പ്രവർത്തിക്കുന്ന മെമ്പർമാർ, ഭാരവാഹികൾ സംഘടനയുടെ വരവ് ചെലവ് കണക്ക് ബന്ധപ്പെട്ട പാർട്ടി ഘടകങ്ങൾക്ക് ഓരോ വർഷവും സമർപ്പിക്കണം. എല്ലാ ഇലക്ഷൻ ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായ പരിശോധനയും കണക്കുകളും വേണം. തോന്നും പോലെ ഫണ്ടുകൾ കൈകാര്യം ചെയ്യാൻ പാടില്ല. അത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിന് കൂടി വഴിവെക്കുമെന്നൊരു മുന്നറിയിപ്പ് ഘടകങ്ങൾക്ക് CPM ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. വിഭാഗീയത പൂർണ്ണമായും അവസാനിച്ചു എന്നാണ് CPM നേരത്തെ വിലയിരുത്തിയത്. പക്ഷേ ഇതിൽ സംഘടനാ റിപ്പോർട്ട് ഒരു ഭാഗത്ത് പറയുന്നത് ഇക്കഴിഞ്ഞ സമ്മേളന ഘട്ടത്തിൽ വിഭാഗീയമായ പ്രവണതകൾ പൊതുവിൽ അവസാനിച്ചെങ്കിലും അത്തരം സംസ്കാരത്തിന് അകപ്പെട്ടുപോയ സഖാക്കൾ അപൂർവമായി ചിലയിടങ്ങളിലുണ്ട്. അതിന്റെ ഭാഗമായി ഈ വിഷയത്തിലും പ്രാദേശികമായി ഈ സമ്മേളന കാലയളവിലും പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട്. വിവിധ തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ എല്ലാം ശരിയായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയണം. പരാതികളെല്ലാം സംസ്ഥാന സെന്ററിൽ നിന്നൊരു കൂട്ടം സഖാക്കൾ ജില്ലാ സെക്രട്ടറിയിൽ പങ്കെടുത്ത് പരിശോധന നടത്തി പ്രശ്നം പരിഹരിക്കണം. വേണ്ടിവന്നാൽ കീഴടങ്ങളെയും സംസ്ഥാന സെന്റർ സഖാക്കൾ മുഖവിലക്കെടുത്തുകൊണ്ട് മെറിറ്റും മൂല്യങ്ങളും കണക്കിലെടുത്ത് അത് തെറ്റായ പ്രവണതകൾ ഒഴിവാക്കണം. വിഭാഗീയ സമിതി ശരിയായ പരിശോധന നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണം.
നേരത്തെ സമ്മേളന ഘട്ടത്തിൽ ലോക്കൽ കമ്മിറ്റികളിൽ സംസ്ഥാന സെക്രട്ടറി വരെ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു. അത് ആ നിലപാട് ഇക്കാര്യത്തിൽ തുടരും. പാർട്ടിക്ക് പിന്നിൽ ജനങ്ങളെ അണിനിരത്തിന് പകരം വ്യക്തിക്ക് പിന്നിലും സ്ഥാപിത താൽപര്യങ്ങൾക്ക് പിന്നിലും അണിനിരത്തി പാർട്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് രേഖയിൽ പറയുന്നുണ്ട്. മന്ത്രിമാരുടെ പ്രവർത്തനം വിലയിരുത്തുന്നുണ്ട്. ചില മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്ന വിമർശനം ഈ രേഖയിലുണ്ട്. സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളുടെ പ്രവർത്തനം അതേ രീതിയിൽ വിലയിരുത്തുന്നു. ചിലർ നിലവാരത്തിലൊത്ത് ഉയർന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ച നിലവാരത്തിലൊത്ത് ഉയർന്ന് പ്രവർത്തിക്കുമ്പോൾ മറ്റൊരു അത് കഴിയില്ല എന്ന വിമർശനമുണ്ട്. അങ്ങനെ സംഘടനാ രംഗത്തും മന്ത്രിമാരെ വിമർശിക്കുമ്പോൾ അത് അവരുടെ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കപ്പുറം ഈ വിവാദങ്ങളുടെ സമയത്ത് മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുന്നതിൽ പാളിച്ച സംഭവിച്ചു, അത് മന്ത്രിമാർക്ക് സാധിച്ചില്ല എന്ന തരത്തിൽ കൂടി ഒരു വിമർശനം ഉയരുന്നില്ലേ? തീർച്ചയായും അത്തരം വിമർശനങ്ങളും ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രിയെ വിവാദങ്ങൾ സമയത്ത് മുഖ്യമന്ത്രിയാണ് പലപ്പോഴും വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞത്. വളരെ കൃത്യമായി നമ്മൾ ആ ഘട്ടം മുതൽ നോക്കുമ്പോൾ ആ പരാമർശം വളരെ ശരിയെന്ന് മനസ്സിലാകും. കാരണം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ വലിയ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് പ്രതിരോധിക്കാൻ മന്ത്രിമാർ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നേതാക്കൾ പോലും പരസ്യമായി രംഗത്ത് വന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. വളരെ ചുരുക്കം നേതാക്കൾ മാത്രമാണ് അത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി, മുഖ്യമന്ത്രി കുടുംബത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നത്. അത് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല. പാർട്ടി നേതൃത്വം ഇത്തരത്തിൽ പ്രതിസന്ധിയിലാകുമ്പോൾ അത് പ്രതിരോധിക്കാൻ ചില മന്ത്രിമാർക്കെങ്കിലും കഴിയാതെ പോകുന്നു. ചില സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളെങ്കിലും ആ രീതിയിൽ ഉയർന്നു പ്രവർത്തിക്കുന്നില്ല എന്ന പരാമർശവും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട്. തീർച്ചയായും വി അരുണാണ് സമ്മേളന നഗരിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള പൊതു ചർച്ച ഇന്ന് നടക്കും. അതാണ് പ്രധാന അജണ്ട. കൊല്ലം നഗരത്തിൽ കൊടിയും ഫ്ലെക്സും സ്ഥാപിച്ച CPM-ന് കൊല്ലം കോർപ്പറേഷന്റെ പിഴ 3.5 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറിക്ക് കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് നൽകി. ഫീസ് അടച്ച് നിയമാനുസൃതം ഫ്ലെക്സ് സ്ഥാപിക്കാൻ CPM അനുമതി തേടിയിരുന്നുവെങ്കിലും കോർപ്പറേഷൻ തീരുമാനം എടുത്തിരുന്നില്ല. മറ്റു വാർത്തകളിലേക്ക് എത്തും മുമ്പ് ഒരു ചെറിയ ഇടവേള. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുകയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ തെളിവെടുപ്പ് വൈകിയേക്കും. പ്രതി അഫാൻ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ കുഴഞ്ഞു വീണു. ഇന്ന് രാവിലെയാണ് ഇയാൾ കുഴഞ്ഞു വീണത്. തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനം എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. എന്നാൽ ഇയാൾ സ്വയം ചാടിയതാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഡാൻ കുര്യൻ വെഞ്ഞാറമൂട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, ഇന്ന് രാവിലെ മുതൽ തെളിവെടുപ്പ് നടക്കേണ്ടിയിരുന്നതാണ്. അതിനിടയിലാണ് അഫാൻ ഇത്തരത്തിലൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത്. അത് അഫാൻ സ്വയം പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതാണ് എന്ന നിഗമനത്തിലാണോ പോലീസ് ഉള്ളത്? ആരോഗ്യ പ്രശ്നമല്ല, ഇത് ബോധപൂർവമായി മതിലിൽ നിന്ന് താഴേക്ക് ചാടാനായി, മതിൽക്കെട്ടിൽ നിന്ന് താഴേക്ക് ചാടാനായി നടത്തിയ നീക്കമാണ് എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ. അതായത് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജയിലിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം മുതൽ പ്രതി ആത്മഹത്യാ പ്രവണത കാണിക്കുന്നുണ്ട്. തുടർച്ചയായി താനും ആത്മഹത്യ ചെയ്യുമെന്ന് ജയിൽ അധികൃതരോടും ഒപ്പമുള്ള അന്തേവാസികളോടുമൊക്കെ അഫാൻ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് പാങ്ങോട് പോലീസ് 3 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയത്. അങ്ങനെ ഇന്ന് രാവിലെ 7:30 തുടങ്ങി ഉച്ചയ്ക്ക് മുമ്പായിട്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നതിനുള്ള ഒരു പ്ലാനായിരുന്നു അവർ തയ്യാറാക്കിയത്. അതിന്റെ ഭാഗമായി ഇന്ന് നേരത്തെ തന്നെ അഫാൻ എഴുന്നേറ്റു. അങ്ങനെ ശുചിമുറിയിലേക്ക് പോകുന്നതിനായി വിലം കഴിച്ച് അകത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ മതിൽക്കെട്ടിൽ നിന്ന് ചാടുന്നത്. അങ്ങനെ ചാടി തലയ്ക്ക് പരിക്കേൽപ്പിക്കാനുള്ള ഒരു ബോധപൂർവമായ നീക്കമാണോ പ്രതി നടത്തിയത് എന്നാണ് പോലീസിന്റെ സംശയം. പ്രാഥമിക പരിശോധനകൾക്ക് വേണ്ടി സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തിരികെ ഞങ്ങളിപ്പോൾ ഉള്ള പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് അഫാനെ എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം അറിഞ്ഞ് രാവിലെ ഈ ഇവരുടെ കുടുംബവുമായി ബന്ധമുള്ള ആളുകളടക്കം സ്റ്റേഷൻ പരിസരത്തേക്ക് എത്തിയിരുന്നു. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അല്പം വൈകിയാണെങ്കിലും ഇന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് പോലീസിന്റെ നീക്കമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നാളെ വീണ്ടും കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി പ്രതിയെ പാങ്ങോട് പോലീസിന് കൈമാറേണ്ടതുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വൈകാതെ തന്നെ ആ നടപടികൾ പൂർത്തിയാക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുമ്പിലെ വെല്ലുവിളി. സൽമ ബീവിയുടെ പാങ്ങോടുള്ള വീട്ടിലും അതോടൊപ്പം തന്നെ ഈ ഇവരെ എല്ലാവരെയും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ വ്യാപാര സ്ഥാപനത്തിലും പണയം വെച്ച മാല സ്വർണം പണയം വെച്ച സ്ഥാപനത്തിലും എത്തിച്ച പ്രതിയെ
തെളിവെടുപ്പ് നടത്തുന്നതിനുള്ള ഒരു നീക്കമായിരുന്നു പോലീസ് പ്ലാൻ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള നടപടിക്രമങ്ങൾ, തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വൈകാതെ പൂർത്തിയാക്കുമെന്നാണ് സൂചന. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വലിയൊരു സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് കടക്കുകയെന്നാണ് അറിയിക്കുന്നത്. കാരണം സ്വാഭാവികമായി ജനരോഷം ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെ ഈ തെളിവെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ വിന്യസിച്ചുകൊണ്ട് ആ നടപടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ, അതായത് ഇപ്പോൾ അഫാൻ തിരികെ പോലീസ് സ്റ്റേഷനിൽ തന്നെ എത്തിച്ചിട്ടുണ്ട് അല്ലേ? അതെ, ഞങ്ങളിപ്പോൾ ഉള്ളത് പാങ്ങോട് പോലീസ് സ്റ്റേഷനിലാണ്. ഈ സ്റ്റേഷന്റെ ഉള്ളിൽ അഫാനുണ്ട്. തെളിവെടുപ്പിന് ഇനി എപ്പോൾ കൊണ്ടുപോകണമെന്ന കാര്യം ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ചതിന് ശേഷമായിരിക്കും അക്കാര്യങ്ങളൊരു തീരുമാനം എടുക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അല്പം താമസിച്ചാണെങ്കിലും ഇന്ന് തന്നെ ഈ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കുമെന്ന സൂചനകളാണ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ ഇന്ന് തെളിവെടുപ്പ് നടക്കാനിരിക്കെയാണ് പ്രതി അഫാന് കുഴഞ്ഞു വീണത്. പക്ഷെ അതൊരു ആത്മഹത്യാ ശ്രമം എന്ന നിലയിലാണ് പോലീസ് പറയുന്നത്. മതിലിൽ നിന്ന് സ്വയം ചാടുകയായിരുന്നു അഫാൻ എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. തിരികെ ആശുപത്രിയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് തന്നെ തെളിവെടുപ്പ് നടത്താനുള്ള നീക്കങ്ങൾ തന്നെയാണ് പോലീസ് ആലോചിക്കുന്നത്. ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥിനികളെ കണ്ടെത്തി. മുംബൈ ലോനാവാലയിൽ നിന്നാണ് കണ്ടെത്തിയത്. മുംബൈ ചെന്നൈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന പെൺകുട്ടികളെ ഇന്ന് പുലർച്ചെ 1:45-നാണ് റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് കുട്ടികളെ കണ്ടെത്തിയത്. കേരള പോലീസിന് ഇന്ന് രാവിലെ കുട്ടികളെ കൈമാറും. ബുധനാഴ്ചയാണ് +2 വിദ്യാർത്ഥികളെ കാണാതായത്. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, എന്തായാലും രാവിലെ നമ്മളെ തേടിയെത്തിയത് വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയായിരുന്നു. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇവരെ പൂനെയിലെ കെയർ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ രാവിലെ തന്നെ താനൂർ പോലീസിന് കൈമാറുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എപ്പോഴത്തേക്ക് കൈമാറാനാണ് നീക്കം? ഇതുമായി ബന്ധപ്പെട്ട് താനൂർ പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? ആര്യ, താനൂരിൽ നിന്നുള്ള പോലീസിന്റെ സംഘം ഈ പൂനെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് രാവിലെ വിമാനമാർഗം മുംബൈയിലെത്തി. അവിടെ നിന്ന് റോഡ് മാർഗമാണ് പൂനെയിലേക്ക് പോകുന്നത്. 4 മണിക്കൂറിലധികം സമയം റോഡ് വഴി അവിടെ എത്തിച്ചേരാൻ എടുക്കും. അപ്പോൾ ഉച്ചയോടെ മാത്രമേ താനൂരിലെ സംഘം അവിടെ എത്തൂ എന്ന വിവരമാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ലഭിച്ചിട്ടുള്ളത്. കുട്ടികൾ കെയർ ഹോമിലാണ് ഉള്ളത്. അവർ സുരക്ഷിതരാണ്. അവരുടെ വൈദ്യപരിശോധന അടക്കമുള്ള മറ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പോലീസ് എത്തി ഇവരെ കൈമാറുക എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത്. അതിന് ഏറെ സമയം എടുക്കുകയില്ല എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ അവരെ കൊണ്ടുവന്ന് തുടർന്ന് ഇന്ന് അർദ്ധരാത്രിയോടെയോ നാളെ രാവിലെയോടെയോ ആകും നാട്ടിലേക്ക് എത്തിക്കുക എന്ന വിവരമാണ് ഇതുവരേക്ക് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ മൊബൈൽ ഫോൺ ഇന്നലെ ഓൺ ആയതാണ്. പുതിയ സിം കാർഡ് ഇടുവാൻ വേണ്ടി ഫോൺ ഓൺ ചെയ്തപ്പോഴാണ് ഇവർക്ക് ടവർ ലൊക്കേഷൻ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ എഗ്മോറിലേക്കുള്ള ട്രെയിനിൽ വെച്ച് രാത്രി 1:45 കണ്ടെത്തിയത്. മലയാള സമാജം പ്രവർത്തകരും RPF-ഉം മഹാരാഷ്ട്ര പോലീസും എല്ലാം ഇവരെ നടത്തിയ സംയുക്തമായിട്ടുള്ള തെരച്ചിലാണ് ഇവരെ കണ്ടെത്തിയത്. അവർ സുരക്ഷിതരാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാലും നാളെ രാവിലെയോടെയോ ഇന്ന് അർദ്ധരാത്രിയോടെയോ അവരെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിയുമെന്ന വിവരമാണ് പോലീസിൽ നിന്നും. അനുമോദം, ഏതായാലും കുട്ടികളെ തിരിച്ചു കിട്ടിയതിൽ ആശ്വാസം. പക്ഷേ ഇവർ രണ്ടുപേരും തനിച്ചാണോ അവിടേക്ക് യാത്ര ചെയ്തത്? ഇതിന് പിന്നിൽ ഇവർക്കൊപ്പമോ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? എന്തിനാണ് ഇവർ ഇത്തരത്തിൽ പുറപ്പെട്ടു പോയത് വീട്ടിൽ നിന്ന് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും പ്രാഥമികമായ വിവരങ്ങളുണ്ടോ? കുറെ ചോദ്യങ്ങളിൽ ഉത്തരം വ്യക്തമായി ലഭിക്കേണ്ടതുണ്ട്. ഇവരുടെ കൂടെ എടവണ്ണ സ്വദേശിയായ ഒരു യുവാവ് ഉണ്ടായിരുന്നു. ഇവരും ഈ യുവാവുമായിട്ട് സൗഹൃദത്തിലായിരുന്നു. ഇവരുടെ നിർബന്ധപ്രകാരമാണ് ഇയാൾ കൂടെ പോയത് എന്നാണ് അറിയുന്നത്. അവിടെ വെച്ച് മുംബൈയിൽ വെച്ച് ഇവർ രണ്ടായി തിരിയുകയും ഈ യുവാവ് വേർപിരിഞ്ഞു പോയതിനു ശേഷമാണ് ഇവർ മൊബൈൽ ഫോൺ ഓൺ ചെയ്തത് എന്നുമാണ് അറിയാനാകുന്നത്. അതുവരെ ഇവർ മൊബൈൽ ഫോൺ ഓൺ ചെയ്തിരുന്നില്ല. യുവാവിന് ഇവരുടെ നിർബന്ധത്താൽ പോയി എന്ന് മാത്രമാണ് കുടുംബം പറയുന്നത്. അതിൽ മറ്റ് ദുരൂഹതകളില്ല എന്ന് കുടുംബം അവകാശപ്പെടുന്നുണ്ട്.
ഈ പെൺകുട്ടികളിൽ ഒരാൾക്ക് വീട്ടിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ള തരത്തിലാക്കിയാണ് അവരുടെ ഭാഗത്തു നിന്നും ഈ നാട് വിടുന്നതിന്റെ കാരണമൊക്കെ പറഞ്ഞു. പക്ഷെ വീട്ടുകാർ അത്തരം കാര്യങ്ങളോടൊന്നും പ്രതികരിച്ചിട്ടില്ല. എന്നാണെങ്കിലും അവരുടെ നാട് വിടാനുള്ള കാരണങ്ങളും അതിന്റെ മറ്റ് വിശദാംശങ്ങളും ഒക്കെ അവർ നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം മാത്രമേ വ്യക്തമായ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയൂ എന്നാണ് അറിയുന്നത്. നിലവിൽ അവർ സുരക്ഷിതരാണ് എന്ന ആശ്വാസം നൽകുന്ന വിവരം തന്നെയാണ് പങ്കുവെക്കാനുള്ളത്. ശരി, CV അൻമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും താനൂർ പോലീസ് മുംബൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ പോലീസിന് കൈമാറും കുട്ടികളെ. ലവ് ജിഹാദ് ആരോപണത്തിൽ ഭീഷണി ഭയന്ന് കേരളത്തിൽ അഭയം തേടിയ ജാർഖണ്ഡ് സ്വദേശികളുടെ വിഷയത്തിൽ ഹൈക്കോടതി തുടർവാദം. നേരത്തെ കേസ് പരിഗണിച്ച കോടതി ദമ്പതികൾക്ക് കേരളത്തിൽ തന്നെ തുടരാമെന്നും പോലീസ് സംരക്ഷണം നൽകണമെന്നും ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. നിലവിൽ കായംകുളത്താണ് ദമ്പതികൾ ഉള്ളത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ആജ്ഞ, എന്താണ് ഇവരുടെ അഭിഭാഷകർ പ്രാഥമികമായും പറയുക? എന്തായാലും ഇവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി പോവുക എന്നുള്ളത് പ്രായോഗികമല്ല. നമ്മൾ കണ്ടതാണ് എത്രത്തോളം വലിയ ആക്രോശങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയാണ് മതം നോക്കാതെ സ്നേഹിച്ചതിനു പേരിൽ ജാർഖണ്ഡിൽ നടന്നത് എന്നുള്ളത്. എന്തായാലും ഇവരുടെ അഭിഭാഷകർ ഇന്ന് കോടതി പറയുന്ന കാര്യങ്ങൾ അത് ഏത് തരത്തിലായിരിക്കും? ആര്യ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം നാട് മുഴുവൻ കാത്തിരിക്കുന്ന അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിധി തന്നെയാണ് ഇത്. കാരണം ആര്യ സൂചിപ്പിച്ചതുപോലെ ജാർഖണ്ഡിലെ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് ഇവർക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അതല്ലെങ്കിൽ ജാർഖണ്ഡ് പോലീസ് പോലും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. കാരണം ഈ ഗാലിബിൻ്റെ വീട്ടുകാരെ തടങ്കലിലാക്കുന്നു, അതല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിലാക്കിയ ശേഷമാണ് ഗാലിബിൻ്റെ കയ്യിൽ നിന്നും കായംകുളത്തെ ലൊക്കേഷൻ പോലും വാങ്ങുന്നത്. അതിനുശേഷമാണ് ഗാലിബ് ആശയെ തട്ടിക്കൊണ്ടുവന്നതാണ് എന്നുള്ള തരത്തിലൊരു കിഡ്നാപ്പിംഗ് കേസിൻ്റെ FIR ഇട്ടുകൊണ്ട് ജാർഖണ്ഡ് പോലീസ് കേരളത്തിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത്, അതായത് നീതിന്യായ വ്യവസ്ഥ പോലും നിയമവ്യവസ്ഥ പോലും അവർക്ക് സംരക്ഷണം നൽകാത്ത ഒരു സാഹചര്യമാണ് ജാർഖണ്ഡിലുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ജാർഖണ്ഡ് പോലീസിൻ്റെ ആ നീക്കത്തിലൂടെ. അത്തരം കാര്യമാണ് വെളിപ്പെടുന്നത്. ഈ FIR പോലും കള്ളത്തരമാണ് എന്ന് ഹൈക്കോടതിക്ക് മനസ്സിലാവുകയും ചെയ്തു. അത് കൃത്യമായി അതായത് ചമയ്ക്കപ്പെട്ട കള്ളത്തരം കാണിച്ചുണ്ടാക്കിയ ഒരു FIR ആണ് എന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പരാമർശിക്കുകയും ചെയ്തിരുന്നു ഈ കാര്യത്തിൽ. എന്തായാലും നമുക്കറിയാം, കായംകുളം സ്വദേശിയെ ഇവരുടെ സുഹൃത്തായ കായംകുളം സ്വദേശിയോട് സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഗാലിബ്, ദുബൈയിൽ ജോലി ചെയ്യുന്ന ഗാലിബും അതുപോലെ ആശയും കായംകുളത്തെത്തിയതും അവിടെ വെച്ച് വിവാഹിതരാകുന്നതും ആകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തതും കായംകുളമാണ്. കായംകുളത്ത് സുഹൃത്തുക്കളാണ്. കായംകുളത്തെ പോലീസുകാരുടെ സംരക്ഷണയിലായിരുന്നു അവരുണ്ടായിരുന്നത്. അതേസമയം ആ പോലീസ് സംരക്ഷണയിൽ തുടരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ജാർഖണ്ഡ് പോലീസ് ഇത്തരത്തിലൊരു FIR തയ്യാറാക്കി കായംകുളത്ത് എത്തുന്നതും. തുടർന്നാണ് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി ഇവരുടെ, അതായത് പോലീസിൻ്റെ ചില അധികാര പരിധികളുണ്ട്. ഈ പരിധിക്ക് അപ്പുറത്തു നിന്നേക്ക് ഇവർക്ക് സംരക്ഷണം നൽകാനുള്ള അവസരം പോലീസിനില്ല. അതുകൊണ്ടാണ് ഹൈക്കോടതി ഇടപെടൽ ഇക്കാര്യത്തിലുണ്ടായത്. ഹൈക്കോടതിയിലേക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഇവർ ഹൈക്കോടതിയിലേക്ക് എത്തുകയായിരുന്നു. പോലീസിനെ തന്നെ എതിർകക്ഷിയായിട്ടാണ്, അതാണ് അതിൻ്റെ വശവും, അതാണ് എതിർകക്ഷിയാക്കി തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്നാണ് ഹൈക്കോടതി ഇത്തരത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും കായംകുളം SHOയ്ക്കും ഇത്തരത്തിലൊരു ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഒരാഴ്ച സമയം ഇവർക്ക് സംരക്ഷണം പോലീസ് നൽകണം എന്നായിരുന്നു കോടതി വിധി. ഇന്ന് വീണ്ടും കേസ് പരിഗണിക്കുകയാണ്. കേസ് ഉച്ചയ്ക്ക് ശേഷമാണ് പരിഗണിക്കുന്നത്. അത് കൃത്യമായിട്ട്, അതായത് നേരത്തെ അടിയന്തര പ്രാധാന്യത്തോടു കൂടിയായിരുന്നു കേസ് പരിഗണിച്ചത്. എന്നാൽ ഇത്തവണ അത് ഈ ആഴ്ച പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് കേസ് പരിഗണിക്കുന്ന സാഹചര്യമുള്ളത്. ആര്യ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേരളത്തിൽ അഭയം തേടിയ ജാർഖണ്ഡ് ദമ്പതികൾക്ക് നേരത്തെ ഇടക്കാല ഉത്തരവിലൂടെ സംരക്ഷണം ഹൈക്കോടതി ഒരുക്കിയിരുന്നു. എന്തായാലും ഇന്ന് വീണ്ടും ഹർജി പരിഗണിക്കുകയാണ്. കോടതിയിൽ നിന്ന് എന്ത് വിധിയായിരിക്കും വരാൻ പോകുന്നത് എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. രാഷ്ട്രീയ സ്മൃതിസ്ഥലിൽ സ്മാരകം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിന് ഔദ്യോഗികമായി സമ്മതം നൽകി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കുടുംബം. 900 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള സ്ഥലത്താണ് മൻമോഹൻ സിംഗിനായി സ്മാരകം നിർമ്മിക്കുക. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, ഔദ്യോഗികമായ സമ്മതം കുടുംബം അറിയിച്ചിരിക്കുകയാണ്. ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും?
മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ ഏറെ വിവാദമായിരുന്നു. കാരണം ഡൽഹിയിലെ പൊതു ശ്മശാനമായ നിഗംബോധ് ഘട്ടിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. അപ്പോൾ ഇന്ത്യയിലെ മുൻ പ്രധാനമന്ത്രിയെ, പ്രത്യേകിച്ച് സിഖ് സമുദായത്തിനുള്ള ആദ്യ പ്രധാനമന്ത്രിയുടെ സംസ്കാര ചടങ്ങുകൾ അദ്ദേഹത്തെ അപമാനിച്ചു എന്ന ആരോപണം അന്ന് തന്നെ കോൺഗ്രസ് ഉയർത്തിയതാണ്. അതിനെതിരെ അന്ന് വലിയ രാഷ്ട്രീയ വിവാദം ഉയരുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ സ്മാരകം നിർമ്മിക്കാൻ കേന്ദ്രം കുടുംബത്തിന് സ്ഥലം അനുവദിച്ചത്. ഏതായാലും കഴിഞ്ഞ ആഴ്ച മൻമോഹൻ സിംഗിന്റെ മക്കളായ ദമൻ സിംഗും ഒപ്പം തന്നെ ഉപീന്ദർ സിംഗും അവിടെ സന്ദർശിച്ചു. അതിനുശേഷം കേന്ദ്രത്തിന് ഔദ്യോഗികമായി തന്നെ സമ്മതം അറിയിച്ചുകൊണ്ട് കുടുംബം ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ 2 പ്ലോട്ടുകൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിലൊന്ന് മുൻ രാഷ്ട്രപതി കൂടിയായ പ്രണബ് മുഖർജിയുടെ കുടുംബത്തിന് സ്മാരകം നിർമ്മിക്കാനായി അനുവദിച്ചിരുന്നു. അതിൽ അവശേഷിക്കുന്ന ഒരു പ്ലോട്ടാണ് ഇപ്പോൾ ഏതായാലും മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാനായി അനുവദിച്ചിട്ടുള്ളത്. ഏതായാലും 900 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു പ്ലോട്ടാണ് ഇപ്പോൾ ഏതായാലും അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ 2013 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെയാണ് നേതാക്കൾക്കായി, പ്രത്യേകിച്ച് മുൻ പ്രധാനമന്ത്രിമാർ, രാഷ്ട്രപതിമാർ, ഒപ്പം തന്നെ മുൻ ഉപരാഷ്ട്രപതിമാർ തുടങ്ങിയവർക്ക് സ്മാരകം നിർമ്മിക്കാനായി ഒരു പൊതു സ്മാരകം എന്ന ആശയം കൊണ്ടുവന്നും അത് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകുകയും ചെയ്തത്. ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഏതായാലും മൻമോഹൻ സിംഗിന് സ്മാരകം ഒരുങ്ങുന്നത്. കുടുംബം അനുമതി നൽകിയ സാഹചര്യത്തിൽ ഉടൻ തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. ആര്യ. ശരി രാകേഷ്, എന്തായാലും തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കേംബ്രിഡ്ജ് സർവകലാശാല പരീക്ഷയിൽ തോറ്റിരുന്നുവെന്ന പരാമർശത്തിൽ മണിശങ്കർ അയ്യർക്കെതിരെ തുറന്നടിച്ച് കോൺഗ്രസ്. നിരാശയുടെ പടുകുഴിയിൽ നിന്നാണ് അയ്യരുടെ പരാമർശമെന്ന് കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് വിമർശിച്ചു. രാകേഷ് തുടരുന്നുണ്ട്. എന്താണ് ഈ വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? മണിശങ്കർ അയ്യർ ഒരിക്കൽ കൂടി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ രാജീവ് ഗാന്ധിയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വിവാദത്തിന് വഴിതെളിഞ്ഞിരിക്കുന്നത്. അതായത് കേംബ്രിഡ്ജ് സർവകലാശാലയുടെ പരീക്ഷയിൽ രാജീവ് ഗാന്ധി പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം സാധാരണഗതിയിൽ ആരും തന്നെ അത്തരം പരീക്ഷകളിൽ തോൽക്കാറില്ല. അസാധാരണ നടപടിയാണിത്. കാരണം എല്ലാവരെയും ജയിപ്പിച്ചു വിടുക പതിവാണ് എന്ന പരാമർശമാണ് മണിശങ്കർ അയ്യർ നടത്തിയത്. ഏതായാലും 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു അഭിമുഖമാണത്. അതിലെ ചില പരാമർശങ്ങൾ BJP കട്ട് ചെയ്തുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉപയോഗിച്ചു. അതാണ് ഇപ്പോൾ പുതിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിന് ഒട്ടും രസിച്ചിട്ടില്ല ഈ പരാമർശം എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ മണിശങ്കർ അയ്യർക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അശോക് ഗെഹ്ലോട്ട് ആണ് ഏറ്റവും ഒടുവിൽ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് നിരാശയുടെ പടുകുഴിയിലാണ് മണിശങ്കർ അയ്യരുള്ളത്. ഇത്തരം ആളുകൾ എന്താണ് പറയുകയെന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ടാകില്ല എന്ന കടുത്ത വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഈ പരാമർശത്തോട് അകലം പാലിക്കുകയാണ് കോൺഗ്രസ്. BJP ആകട്ടെ ഇത് വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും എന്തായിരിക്കും മണിശങ്കർ അയ്യർ ഈ വിഷയത്തിൽ ഇനി പ്രതികരിക്കുക എന്ന് വ്യക്തമാകാനുണ്ട്. കാരണം മണിശങ്കർ അയ്യർ നേരത്തെയും സമാനമായ രീതിയിൽ പല വിഷയങ്ങളിലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പരാമർശം പാർട്ടിയുടെ തന്നെ മുതിർന്ന നേതാവായ മുൻ പ്രധാനമന്ത്രി കൂടിയായ രാജീവ് ഗാന്ധിക്കെതിരെയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത് രാജ്യത്തിന്റെ പേര് വിദേശ രാജ്യങ്ങളിലടക്കം അങ്ങനെ രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ് എന്ന പ്രതികരണം നടത്തിക്കൊണ്ട് അകലം പാലിക്കുകയാണ്. മണിശങ്കർ അയ്യരോട് അകലം പാലിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത്. ആര്യ. CR രാകേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ലഹരിക്കണ്ണികൾ പൊട്ടിക്കാൻ പോലീസ്. അന്തർ സംസ്ഥാന കഞ്ചാവ് കടത്തുകാർ അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ എറണാകുളത്ത് തമ്പടിച്ചിട്ടുണ്ടെന്ന നിഗമനത്തിൽ എക്സൈസ്. ഇവരാണ് ജില്ലയിലേക്കുള്ള കഞ്ചാവ് കടത്ത് നിയന്ത്രിക്കുന്നത്. അടുത്തിടെ പിടിയിലായ ഭൂരിഭാഗം കേസുകളിലും പ്രതികളായത് ഇതര സംസ്ഥാനക്കാരാണ്. ആലുവ, പെരുമ്പാവൂർ മേഖലകൾ കഴിഞ്ഞ കുറെ നാളുകളായി ലഹരി മാഫിയയുടെ താവളമാണ്. ആര് വരുന്നു പോകുന്നു എന്ന കൃത്യമായ ഒരു കണക്ക് പോലീസിനോ മറ്റ് ഏജൻസികൾക്കോ ഇല്ല. ഇപ്പോൾ എല്ലാ കൾട്ടിവേഷനും എല്ലാം നടക്കുന്നതെല്ലാം നോർത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ് ആണെങ്കിൽ ബാംഗ്ലൂർ, മൈസൂർ, ഹൈദരാബാദ്, ഗോവ എന്നിങ്ങനെ ഏരിയകളിലാണ്. ഓക്കെ, ഇതെല്ലാം കേരളത്തിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളത് അത് വാസ്തവമാണ്. അതുകൊണ്ട് ഇവിടെ കേസുകൾ കൂടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എക്സൈസും പോലീസും വളരെ ശക്തമായിട്ട് നിലപാടെടുക്കുന്നുണ്ടാണ്. കഴിഞ്ഞ ദിവസം ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്ന് ഉപേക്ഷിച്ച നിലയിൽ 14 കിലോ കഞ്ചാവാണ് കണ്ടെടുത്തത്. ഒഡീഷയിൽ നിന്നുമാണ് കൂടുതൽ കഞ്ചാവ് എത്തുന്നത്. കഞ്ചാവ് കച്ചവടത്തിന് പിറകിലുള്ളതും ഇവർ തന്നെയാണ്.
കച്ചവടം നടത്തി അടുത്ത തീവണ്ടിയിൽ തന്നെ മടങ്ങിപ്പോകുന്നതാണ് ഇവരുടെ രീതി. റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ കൂടുതൽ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് പോലീസും എക്സൈസും. ന്യൂസ് 18 കൊച്ചി. കൊല്ലം ചടയമംഗലത്ത് മയക്കുമരുന്നുമായി യുവാവ് പിടിയിൽ. കാരാളിക്കോണം സ്വദേശി മുഹമ്മദ് ബിലാലാണ് പിടിയിലായത്. MC റോഡിൽ ആയൂർ പാലത്തിന് സമീപം ബൈക്കിലെത്തിയ ബിലാലിൽ നിന്ന് കഞ്ചാവും മയക്കുമരുന്നുമാണ് പിടികൂടിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ PV അൻവറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ സസ്പെൻഷനിലായിരുന്ന മലപ്പുറം മുൻ SP സുജിത് ദാസിനെ സർവീസിൽ തിരിച്ചെടുത്തു. സസ്പെൻഷന് 6 മാസം പിന്നിട്ടതോടെയാണ് സർക്കാർ തീരുമാനം. VV വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഏറെ വിവാദങ്ങൾ ഉണ്ടായ വിഷയമായിരുന്നു അന്ന്, വിശദാംശങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം സുജിത് ദാസിനെ പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എത്തുകയും റീഇൻസ്റ്റ് ചെയ്യാൻ തീരുമാനമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതിയുടേതാണ് തീരുമാനം. നേരത്തെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ തുടർന്നാണ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത്. ആ സമയത്ത് ADGP MR അജിത് കുമാറുമായി ചേർന്ന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ഉള്ള ഇടപെടലുകൾ, ആ വഴിയിൽ സ്വർണം കടത്തിയത് വഴി ഇവർ സ്വർണം തട്ടിയെടുത്തു, പിടികൂടുന്ന സ്വർണം തട്ടിയെടുക്കുന്നു, ഈ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ട് തുടങ്ങി നിരവധി ആരോപണങ്ങൾ. അതോടൊപ്പം തന്നെയാണ് SP ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലുണ്ടായിരുന്ന മരം മുറിച്ച് കടത്തിയെന്ന മറ്റൊരു ആരോപണം കൂടി PV അൻവർ ഉന്നയിച്ചത്. തുടർന്ന് സുജിത് ദാസിന്റെ ഒരു ഫോൺ സംഭാഷണം പുറത്തു വരികയും ചെയ്തിരുന്നു. ഇത് PV അൻവറാണ് പുറത്തുവിടുന്നത്. അതായത് PV അൻവറിനോട് വളരെ വിധേയത്വത്തോടുകൂടി സംസാരിക്കുന്നത്, ഏതാണ്ട് 25 വർഷത്തോളം തനിക്കിന് സർവീസുണ്ട്, അത്രയും കാലം PV അൻവറിന് വിധേയനായിരിക്കുമെന്ന തരത്തിലൊക്കെ തന്നെ സുജിത് ദാസ് സംസാരിക്കുന്ന ഓഡിയോ സന്ദേശം കൂടി പുറത്തു വന്നിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്, പ്രത്യേകിച്ചൊരു ജില്ലാ പോലീസ് മേധാവിക്ക് യോജിച്ച തരത്തിലല്ല സുജിത് ദാസിന്റെ ഈ സംസാരം എന്ന് സർക്കാർ വിലയിരുത്തി. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പിന്നീട് സസ്പെൻഷനിലേക്ക് പോകുന്നത്. സസ്പെൻഷൻ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇപ്പോൾ സർവീസിൽ തിരിച്ചെടുക്കാൻ തീരുമാനം. പക്ഷേ ഏത് പോസ്റ്റിലേക്കാണ് നിയമിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. പത്തനംതിട്ട SP ആയിരുന്നപ്പോഴാണ് സുജിത് ദാസ് നടപടി നേരിട്ടത്. ആര്യ. ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള കൂടി. മടങ്ങിയെത്തുമ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. വൈദ്യുത ചാർജിന് പരിഹാരം കാണാനെന്ന പേരിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച സോളാർ പാനൽ യൂണിറ്റിൽ നിന്ന് 1 യൂണിറ്റ് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കാനാകാതെ കമ്പനി. പൊതുമേഖലാ സ്ഥാപനമായ ഓട്ടോകാസ്റ്റിൽ 1 വർഷം മുൻപാണ് 8 ഏക്കർ ഭൂമിയിൽ വ്യവസായ വകുപ്പ് ആയിരക്കണക്കിന് സോളാർ പാനലുകൾ സ്ഥാപിച്ചത്. 10 ലക്ഷം രൂപ പ്രതിമാസ ചെലവ് കുറയ്ക്കാനാകുന്ന പദ്ധതിയാണ് ആർക്കും പ്രയോജനമില്ലാതെ കാടുപിടിച്ച് നശിക്കുന്നത്. ഒരു മാസം 10 ലക്ഷം രൂപ കുറയും. അത്രയും കുറയുമെന്നൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതെ, അതോടുകൂടി ഉൽപാദന ചെലവ് കുറയും, കുറെ കൂടി വിപണിയിൽ നമുക്ക് മത്സര സജ്ജമാകാൻ കഴിയുമെന്നതാണ് ഒരു ഗുണം. 2, മുടക്കിയത് ഒരു 9 മാസം കൊണ്ട് 9 വർഷം കൊണ്ട് തിരിച്ച് ലഭിക്കുമെന്ന രൂപത്തിലാണ് കണക്കാക്കപ്പെടുന്നത്. 2024 ജനുവരി 19 ആലപ്പുഴയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയായ ഓട്ടോകാസ്റ്റിൽ സോളാർ പാനലുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം വ്യവസായ മന്ത്രി P. രാജീവ് നിർവഹിക്കുന്നത്. കാക്കനാട് കേന്ദ്രീകരിച്ചുള്ള ഇൻകൽ ലിമിറ്റഡ് എന്ന കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. 1 വർഷം പിന്നിടുമ്പോൾ പദ്ധതിക്ക് എന്ത് സംഭവിച്ചു? ഒരു വർഷം മുമ്പ് പൊതുമേഖലാ സ്ഥാപനമായ ചേർത്തല ഓട്ടോകാസ്റ്റിന്റെ 2 ഏക്കർ ഭൂമിയിൽ സർക്കാർ നിർമ്മിച്ച സോളാർ പാനൽ യൂണിറ്റാണ് നമുക്ക് പിന്നിൽ ഈ കാണുന്നത്. 10 കോടി രൂപയിലേറെ ചിലവഴിച്ച് നിർമ്മിച്ച ഈ പദ്ധതി കൊണ്ട് കമ്പനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? ന്യൂസ് 18 പരിശോധിക്കുകയാണ്. ദൃശ്യങ്ങൾ കണ്ട 2 ഏക്കർ കൂടാതെ 6 ഏക്കറിൽ കൂടി ഓട്ടോകാസ്റ്റിൽ സോളാർ പാനൽ യൂണിറ്റുകൾ വ്യാപിച്ചു കിടക്കുന്നു. 10.33 കോടി രൂപയായിരുന്നു നിർമ്മാണ തുക. മാസം 35 മുതൽ 40 ലക്ഷം രൂപ വരെയാണ് ഇരുമ്പുരുക്ക് നിർമ്മാണശാലയായ ഓട്ടോകാസ്റ്റിന്റെ വൈദ്യുതി ചാർജ്.
2 മെഗാവാട്ട് വൈദ്യുതിയാണ് സൗരോർജ്ജ പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ചത്. അങ്ങനെയെങ്കിൽ മാസം 10 ലക്ഷം രൂപ വൈദ്യുതി ചാർജ് ഇനത്തിൽ ഓട്ടോകാസ്റ്റിന് ലാഭിക്കാം. 9 വർഷം കൊണ്ട് മുടക്കുമുതൽ തിരിച്ചു പിടിക്കാമെന്നും കണക്കുകൂട്ടൽ. 1,40 ലക്ഷം രൂപ ഇതിനകം ഓട്ടോകാസ്റ്റിന് വൈദ്യുതി ചാർജ് ഇനത്തിൽ ലാഭിക്കേണ്ട പദ്ധതിക്ക് എന്ത് സംഭവിച്ചു? തൊഴിലാളികൾ പറയട്ടെ. സർക്കാർ തരത്തിലുള്ള കെടുകാര്യസ്ഥതയാണ്. ഓട്ടോകാസ്റ്റിന്റെ പേരിൽ വൻ തുക സർക്കാർ അനുവദിച്ചെങ്കിൽ തന്നെയും അതൊക്കെ കാര്യമായ രീതിയിലോ സ്ഥാപനത്തിന്റെ പുരോഗതിക്കോ ഉതകാത്ത രീതിയിലാണ് ഫണ്ടുകൾ ചെലവഴിക്കുന്നത്. ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ മിഷനറികൾ വാങ്ങി സ്ഥാപനത്തെയും തൊഴിലാളികളെയും ഇല്ലാതാക്കാനാണ് ഈ സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തുകൊണ്ട് കോടികൾ മുടക്കിയ പദ്ധതി നടപ്പാകാതെ പോയി എന്ന് ഓട്ടോകാസ്റ്റ് നൽകിയ മറുപടി കാണാം. വിവരാവകാശ രേഖകൾ പ്രകാരം ഉദ്ഘാടന വേളയിൽ സൗരോർജ്ജ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രാഥമികമായി നേടേണ്ട KSEBയുടെ ഗ്രിഡ് കണക്ടിവിറ്റി പോലും ഓട്ടോകാസ്റ്റ് നേടിയിരുന്നില്ലെന്ന് രേഖകളിൽ നിന്ന് വ്യക്തം. 10 കോടി രൂപ ചെലവഴിച്ച് 1 വർഷം പിന്നിടുമ്പോൾ 1 രൂപയുടെ വൈദ്യുതി പോലും ഓട്ടോകാസ്റ്റിന് ഉൽപ്പാദിപ്പിക്കാനായില്ലെന്ന് രേഖകൾ പറയുന്നു. പ്രോജക്റ്റ് ഇതിൻ്റെ KSEB ആയിട്ടുള്ള ഒരു അനുമതി പോലും ലഭിക്കാതെയാണ് ഇതിങ്ങനെ നടത്താൻ കാരണം. അതുകൊണ്ടാണ് നമുക്ക് സർക്കാർ ഇതിനുള്ള അനുമതി കിട്ടാതെയാണ് ഇത് പ്രോജക്റ്റ് എല്ലാം നടത്തിയത്. അതിൻ്റെ തെളിവാണ് ഈ കാണുന്നതെല്ലാം. ഇന്ന് 8 ഏക്കർ സ്ഥലത്ത് നിർമ്മിച്ച യൂണിറ്റിന്റെ അവസ്ഥ ഇതാണ്. കാട് കയറി പലതും നശിച്ചു തുടങ്ങിയിരിക്കുന്നു. 10 കോടി രൂപയ്ക്കുമേൽ ചിലവുള്ള പദ്ധതികളുടെ കരാറിൽ ഏർപ്പെടുമ്പോൾ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി വേണം. അടിസ്ഥാനപരമായി ഈ കടമ്പകൾ കടക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പോലും പൂർത്തീകരിക്കാൻ വ്യവസായ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ജീവനക്കാർ വ്യക്തമാക്കുന്നത്. പ്രവർത്തന സജ്ജമല്ലാതിരുന്നിട്ടും യൂണിറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം പോലും കബളിപ്പിക്കലായിരുന്നുവെന്നാണ് ആക്ഷേപമുയരുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ഏറ്റുമാനൂരിൽ കൂട്ട ആത്മഹത്യയിൽ ഷൈനിയും മക്കളും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന CCTV ദൃശ്യം പുറത്ത്. 3 പേരും ജീവനൊടുക്കാൻ വീട്ടിൽ നിന്നിറങ്ങി നടക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. മക്കളിൽ ഒരാളെ നിർബന്ധിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പുലർച്ചെ 4:44 ഇവർ വീട് വിട്ടിറങ്ങുന്നത്. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, നാടിനെ നടുക്കിയ ഒരു കൂട്ട ആത്മഹത്യയായിരുന്നു. അതിൽ ഷൈനി എത്രത്തോളം മാനസിക സമ്മർദ്ദം അനുഭവിച്ചത് കൊണ്ടാണ് ആ ഒരു ആത്മഹത്യ ചെയ്യാമെന്നുള്ള ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോയത് എന്നുള്ളത് ഷൈനിയുടെ തന്നെ ശബ്ദ സന്ദേശം ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതുമാണ്. ഇപ്പോൾ ഇതാ ഇവർ ആത്മഹത്യയിലേക്ക് നടന്നു നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. വിവരങ്ങൾ. തീർച്ചയായും ആര്യ, എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ സംഭവത്തിലേക്ക്, ഈ ഒരു ആത്മഹത്യയിലേക്ക് ഷൈനിയും ഈ 2 മക്കളും പോകുന്നതിൻ്റെ ആ അവസാന സമയത്തുള്ള ദൃശ്യങ്ങളാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു മകളെ നിർബന്ധപൂർവമാണ് കൊണ്ടുപോകുന്നതെന്നും അല്പം മാറി നിൽക്കുന്നുണ്ട് ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ, പക്ഷേ അല്പം നിർബന്ധപൂർവ്വം കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ വീട്ടിലുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളുടെ പേരിലാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക്, പ്രത്യേകിച്ച് ഭർത്താവ് നോബിയുടെ ഭാഗത്തു നിന്നുണ്ടായ അതിഗുരുതരമായ സാമ്പത്തികമായും അല്ലാതെയും ശാരീരികമായും മാനസികമായും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു പീഡനമാണ് ഷൈനിയെ ഇങ്ങനൊരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇതിനകം വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അത് ഷൈനിയുടെ ശബ്ദ സന്ദേശം ഇന്നലെ പുറത്തു വന്നപ്പോഴും മനസ്സിലായ ഒരു കാര്യം അതാണ്. പ്രത്യേകിച്ച് ജീവിതത്തിലേക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു കയറാൻ ശ്രമിക്കുമ്പോൾ പക്ഷേ ജോലിയൊന്നുമില്ലാതെ ആകെ ബുദ്ധിമുട്ടുന്ന നരകിക്കുന്നൊരു സാഹചര്യവും ഷൈനിയുടെ ശബ്ദ സന്ദേശത്തിൽ ഉണ്ടായിരുന്നതാണ്. എന്തായാലും പോലീസ് അന്വേഷണം തുടരുകയാണ്. ഗാർഹിക പീഡനം അടക്കമുള്ള വകുപ്പുകളും ഇതിനകം തന്നെ ചുമത്തിയിട്ടുണ്ട്. നോബി റിമാൻഡിലാണ് ഇപ്പോൾ കഴിയുന്നത്. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇക്കാര്യത്തിൽ, ഈ ഒരു ആത്മഹത്യയിലേക്ക് എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നോബിയുടെ സഹോദരനെതിരെ, വൈദികനായ സഹോദരനെതിരെയൊക്കെയുള്ള ആരോപണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും വൈകാതെ എന്തുകൊണ്ട് എന്നുള്ള ഈ ഒരു ആത്മഹത്യ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത കൈവരും. ആര്യ. തീർച്ചയായും. ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് സ്ത്രീകൾ സുരക്ഷിതരോ? ന്യൂസ് 18 സർവേ.
ഇന്ത്യയിലെ നഗരപ്രദേശങ്ങൾ സുരക്ഷിതമെന്ന് സ്ത്രീകൾ വിലയിരുത്തുകയാണ്. നഗരത്തിലെ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടുന്നവരുടെ എണ്ണം കുറവാണെന്ന് സ്ത്രീകൾക്കിടയിൽ നടത്തിയ സർവേ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 നടത്തിയ ഷീ ശക്തി സർവേയിൽ പ്രതികരിച്ചവരിൽ 82% സ്ത്രീകളും നഗരങ്ങളെ സുരക്ഷിതമായി കണക്കാക്കുന്നു. രാജ്യത്തെ 20 നഗരങ്ങളിലാണ് സർവേ നടത്തിയത്. സ്ത്രീകളുമായി നടത്തിയ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ടെലിഫോൺ ഇന്റർവ്യൂ വഴിയായിരുന്നു വിവരശേഖരണം. ഉത്തരേന്ത്യയിൽ ഡൽഹി, ലുധിയാന, ലക്നൌ, ഫരീദാബാദ്, ശ്രീനഗർ, കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൊൽക്കത്ത, ഭുവനേശ്വർ, പട്ന, റാഞ്ചി, റായ്പൂർ, ഗുവാഹട്ടി, പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ മുംബൈ, അഹമ്മദാബാദ്, ജയ്പൂർ, ഇൻഡോർ, തെക്കേ ഇന്ത്യയിൽ ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ്, തിരുവനന്തപുരം, വിശാഖപട്ടണം എന്നീ നഗരങ്ങളിലെ വനിതകളോടാണ് ചോദ്യങ്ങൾ ആരാഞ്ഞത്. ഓരോ നഗരത്തിലും 18 വയസ്സ് കഴിഞ്ഞ് ശരാശരി 400 വനിതകളെയാണ് സർവേക്കായി ബന്ധപ്പെട്ടത്. 5% എറർ ഫാക്ടർ. സെഗ്മെന്റ് 1 നിങ്ങളുടെ നഗരത്തിൽ നിങ്ങൾ എത്രമാത്രം സുരക്ഷിതരാണ് എന്നുള്ളതാണ്. സുരക്ഷിതമാണ് എന്ന് 82% പേരും, ഏറെക്കുറെ സുരക്ഷിതമെന്ന് 12% ആളുകളും, സുരക്ഷിതമല്ലെന്ന് 6% ആളുകളും മാത്രമാണ്, സ്ത്രീകളുമാണ് സർവേ പ്രകാരം പറഞ്ഞത്. സർവേ പ്രകാരം പങ്കെടുത്ത 82% വനിതകളും അവരുടെ നഗരം സുരക്ഷിതമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 12% പേർ അവരുടെ നഗരങ്ങൾ ഏറെക്കുറെ സുരക്ഷിതമാണെന്ന് പറഞ്ഞപ്പോൾ 6% പേർക്ക് അവരുടെ നഗരങ്ങൾ ഒട്ടും സുരക്ഷിതമല്ല എന്ന അഭിപ്രായമാണ്. അതായത് നഗരവാസികളായ മിക്ക സ്ത്രീകളും അവരുടെ സുരക്ഷയെക്കുറിച്ച് ഭയമോ ഉത്കണ്ഠയോ ഉള്ള അവസ്ഥയിലല്ല ജീവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നിരുന്നാലും വിവരങ്ങളുടെ വിലയിരുത്തലിൽ അഹമ്മദാബാദ്, ഇൻഡോർ, മുംബൈ എന്നീ നഗരങ്ങളാണ് സ്ത്രീകളുടെ സുരക്ഷയിൽ മുന്നിൽ നിൽക്കുന്നതെന്ന് പറയാനാകും. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. കുറച്ചുകൂടി വിശദമായ ഉത്തരം തേടിയുള്ളതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. പകൽ സമയം തങ്ങളുടെ നഗരം എത്രമാത്രം സുരക്ഷിതമാണെന്നാണ് അന്വേഷിച്ചത്. പകൽ സമയത്ത് നിങ്ങളുടെ നഗരം എത്രമാത്രം സുരക്ഷിതം എന്ന ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെയാണ്. സുരക്ഷിതമെന്ന് 82% പേർ, ഏറെക്കുറെ സുരക്ഷിതമെന്ന് 14% ആളുകളും, ഒട്ടും സുരക്ഷിതമല്ലെന്ന് 4% ആളുകളുമാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം, രാത്രി സമയം നിങ്ങളുടെ നഗരം എത്രമാത്രം സുരക്ഷിതമായിരുന്നു എന്നുള്ളതാണ്. സുരക്ഷിതമാണ് എന്നുള്ളതാണ്. ഉത്തരം ഇങ്ങനെയാണ്. സുരക്ഷിതമാണെന്ന് 48% സ്ത്രീകൾ പറയുന്നു. ഏറെക്കുറെ സുരക്ഷിതമാണെന്നാണ് 29% സ്ത്രീകളുടെ അഭിപ്രായം. ഒട്ടും സുരക്ഷിതമല്ല എന്ന് 23% സ്ത്രീകളാണ് അഭിപ്രായപ്പെട്ടത്. ഈ രണ്ട് ഉത്തരങ്ങളും വിശകലനം ചെയ്യുന്നത് ഗൗരവതരമാണ്. അതായത് പകൽ സമയത്ത് അവരവർ ജീവിക്കുന്ന നഗരങ്ങൾ 82% സ്ത്രീകൾക്കും പൂർണ്ണ സുരക്ഷിതമായാണ് അനുഭവപ്പെടുന്നത്. 14% പേർ ഏറെക്കുറെ സുരക്ഷിതമെന്ന് പറയുമ്പോൾ വെറും 4% പേർ മാത്രമാണ് അപകടകരമാണ് അല്ലെങ്കിൽ സുരക്ഷിതമല്ല എന്ന ഉത്തരം നൽകിയത്. രാത്രിയിലെ സുരക്ഷയെക്കുറിച്ചുള്ള ഉത്തരം വരുമ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല. 48% പേർ, അതായത് പകൽ സുരക്ഷിതമാണെന്ന് പറഞ്ഞതിന്റെ പാതിയിലും അല്പം കൂടുതൽ ശതമാനം സ്ത്രീകൾക്ക് മാത്രമാണ് രാത്രിയിലും ഇതേ അഭിപ്രായം പങ്കുവെക്കാനുള്ളത്. 48% സ്ത്രീകൾക്ക് മാത്രമാണ് അവരവരുടെ നഗരങ്ങൾ പോലും രാത്രിയിൽ പൂർണ്ണ സുരക്ഷിതമാണെന്ന് പറയാൻ കഴിയുന്നത്. 29% പേർക്ക് പൂർണ്ണമായും സുരക്ഷിതമാണോ അപകടകരമാണോ എന്നത് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. ഏറെക്കുറെ സുരക്ഷിതമാണെന്ന് ഈ വിലയിരുത്തലിൽ എത്തിയത് 29% പേർ മാത്രമാണ്. 23% പേർ നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ തങ്ങളുടെ നഗരങ്ങൾ സുരക്ഷിതമല്ലെന്ന് പറയുന്നു. ഞങ്ങൾ ഉത്തരം തേടിയ മറ്റൊരു മേഖല സ്ത്രീകളുടെ സഞ്ചാരത്തെക്കുറിച്ചാണ്. ചോദ്യങ്ങൾ ഇതായിരുന്നു. പൊതുഗതാഗത സംവിധാനം എത്രമാത്രം സ്ത്രീ സൗഹൃദമാണ് എന്നുള്ളത്. പകൽ നേരം പൊതുവാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത് എത്രമാത്രം സുരക്ഷിതമാണ് എന്നതാണ് ചോദ്യം. രാത്രികാലത്തെ പൊതുവാഹനങ്ങളിലെ യാത്ര സുരക്ഷിതമാണോ എന്നും ചോദിച്ചു. ഊബർ, ഒല, ബ്ലൂ തുടങ്ങിയ ആപ്പ് ബേസ്ഡ് ട്രാൻസ്പോർട്ടുമായി പൊതുഗതാഗതത്തെ എങ്ങനെ താരതമ്യം ചെയ്യുന്നു എന്നും ചോദിച്ചിരുന്നു. ആദ്യത്തെ ചോദ്യം പൊതുഗതാഗത സംവിധാനങ്ങൾ എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് സുരക്ഷിതമാണെന്ന് 44% സ്ത്രീകളാണ് അഭിപ്രായം പങ്കുവച്ചിട്ടുള്ളത്. ഏറെക്കുറെ സുരക്ഷിതമാണെന്ന് 29% പേരും, സുരക്ഷിതമല്ലെന്ന് 27% പേരും അഭിപ്രായം പങ്കുവച്ചു. പകൽ നേരത്തെ പൊതുഗതാഗത സംവിധാനങ്ങളിലെ സുരക്ഷിതത്വം എത്ര എന്ന ചോദ്യത്തിന് 70% പേരും സുരക്ഷിതമാണ് എന്നാണ് അഭിപ്രായം പങ്കുവച്ചിട്ടുള്ളത്. ഏറെക്കുറെ സുരക്ഷിതമാണെന്ന് 25%, സുരക്ഷിതമല്ലെന്ന് വെറും 5% മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇതായിരുന്നു സ്ത്രീകളുടെ സമൂഹത്തിൽ, അതായത് ഇപ്പോൾ രാത്രികാലങ്ങളിൽ അവർ നഗരങ്ങളിൽ ഗ്രാമങ്ങളിലൊക്കെ സുരക്ഷിതരാണോ, പൊതുഗതാഗതം ഉപയോഗിക്കുമ്പോൾ അവർ സുരക്ഷിതരാണോ എന്ന നിലയ്ക്ക് സ്ത്രീകൾ രാജ്യത്ത് എത്രമാത്രം സുരക്ഷിതരാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നടത്തിയ ന്യൂസ് 8ന്റെ ഒരു സർവേ ആയിരുന്നു. രാജ്യത്തുടനീളം വിവിധ നഗരങ്ങളിലെ സ്ത്രീകളോട് ചോദ്യങ്ങൾ ആരാഞ്ഞ അവരുടെ ഉത്തരം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയായിരുന്നു. അതുപ്രകാരം മനസ്സിലാക്കിയ കാര്യങ്ങൾ, അതിൻ്റെ ആ ഒരു റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. എന്തായാലും സുരക്ഷിതരാണ് എന്ന് പങ്കുവച്ചിട്ടുള്ളതാണ് ഭൂരിഭാഗം ആളുകളും എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ പലപ്പോഴും നമ്മളെ തേടിയെത്തുന്ന വാർത്തകൾ അത്തരത്തിലല്ലാത്തത് കൊണ്ട് സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളും നമ്മുടെ രാജ്യത്തിലുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. എന്തായാലും ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു സർവേ ന്യൂസ് 18 നടത്തിയത്. എന്തായാലും 9 മണി വാർത്തയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും ഒക്കെ കാണാം ന്യൂസ് ട്രെൻഡ്സിൽ. നമസ്കാരം.